ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇതുവരെ ISL നടത്തിയിരുന്നത് FSDL ആയിരുന്നു. ഓരോ വർഷവും 50 കോടി രൂപയായിരുന്നു FSDL ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഫെഡറേഷന് നല്ല രൂപത്തിലുള്ള ഒരു വരുമാനം ലഭിച്ചിരുന്നു. പക്ഷേ FSDL ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട്. ഈ സീസൺ ISL ഫെഡറേഷൻ നേരിട്ടാണ് നടത്തുന്നത്. ഇനിയിപ്പോൾ കുറച്ചു കാലത്തേക്ക് ജീനിയസ് സ്പോർട്സ് ആയിരിക്കും നടത്തുക. അതായത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 12.5 കോടി രൂപയാണ് ജീനിയസ് സ്പോർട്സിൽ നിന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് വരുമാനമായിക്കൊണ്ട് ലഭിക്കുക. ബാക്കി തുക ക്ലബ്ബുകളിൽ നിന്നും ഈടാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്നലെ ആശിഷ് നേഗി നൽകിയിരുന്നു. അതായത് പാർട്ടിസിപ്പേഷൻ ഫീ ആയിക്കൊണ്ട് ഓരോ ക്ലബ്ബുകളിൽ നിന്നും 3 കോടി രൂപ വീതം ഓരോ വർഷവും പിരിച്ചെടുക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് ക്ലബ്ബുകളെ അറിയിച്ചു കഴിഞ്ഞു എന്ന ഒരു റിപ്പോർട്ടായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. ഇതോടുകൂടി ക്ലബ്ബുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാർക്കസ് മെർഗുലാവോ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ISL നിന്നും പിൻവാങ്ങും എന്നാണ് ചില ക്ലബ്ബുകൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചിട്ടുള്ളത്. അതായത് 3 കോടി രൂപയൊന്നും ഒരു വർഷത്തിന് ഇങ്ങനെ ഫീ ആയിക്കൊണ്ട് നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം പല ക്ലബ്ബുകളും ഫെഡറേഷനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 കോടി രൂപയാണെങ്കിൽ ISL പങ്കെടുക്കാനില്ല എന്നാണ് ചില ക്ലബ്ബുകൾ അറിയിച്ചിട്ടുള്ളത്. ഏതൊക്കെ ക്ലബ്ബുകളാണ് ഈ ഭീഷണി ഉയർത്തിയത് എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും കാര്യങ്ങൾ ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ഇത്രയും വലിയ ഒരു തുക അത് ക്ലബ്ബുകൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾ ഈ ഒരു ഭീഷണി ഉയർത്തിയതിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഏതായാലും 3 കോടി രൂപയിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇളവ് വരുത്തിയേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും സങ്കീർണമായ രീതിയിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.